ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഡിക്കി ഫുള്ളർ ടെസ്റ്റിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ യൂഷ്വലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ JDPയുടെ ഡാറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ സോഫ്റ്റ്വെയറിലേക്ക് പോവാം. ഗ്രറ്ററിലേക്ക് പോകുന്നു. ഞാൻ ഫയലിൽ നമ്മുടെ GDP ഡാറ്റ ഓപ്പൺ ചെയ്യാണ്. ടേബിൾ 21.1 ആണ് ഇത്. ഗുജറാത്തിയുടെ ബുക്കിലുള്ള ഡാറ്റയാണ്, ഡാറ്റ സെറ്റാണ്. ഞാൻ GDP നമ്മൾ ഡിക്കി ഫുള്ളർ ടെസ്റ്റിൽ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, JDPയെ നമ്മൾ യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ഫസ്റ്റ് ഡിഫറൻസിനെ അതിന്റെ ലാഗ്ഡ് വാല്യൂ വെച്ച് റിഗ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് ഡിഫറൻസിനെ YTനെ ഞാൻ നോൺ സ്റ്റേഷനറി ആണോ സ്റ്റേഷനറി ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ യൂണിറ്റ് റൂട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ഫസ്റ്റ് ഡിഫറൻസിനെ അതിന്റെ ലാഗ്ഡ് വാല്യൂ വെച്ച് റിഗ്രസ് ചെയ്യുക. ദെൻ അതിന്റെ കോഎഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ GDP ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ എനിക്ക് വേണ്ടത് GDPയുടെ ഒരു ഫസ്റ്റ് ഡിഫറൻസ് വാല്യൂ ആണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് GDP. ഇനി എനിക്ക് വേണ്ടത് എന്താണ്, അപ്പൊ ഞാൻ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്റെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഫറൻസ്ഡ് വാല്യൂ ഓഫ് GDP. ഫസ്റ്റ് ഡിഫറൻസ് വാല്യൂ ഓഫ് GDP. ഇനി നമ്മുടെ ആദ്യത്തെ മോഡലിൽ കോൺസ്റ്റന്റ് ഇല്ല. നമുക്ക് 3 തരത്തിലുള്ള മോഡൽ ഉണ്ട്. വിത്തൗട്ട് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് കോൺസ്റ്റന്റ്, വിത്ത് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് വിത്ത് കോൺസ്റ്റന്റ്, വിത്ത് കോൺസ്റ്റന്റ് ആൻഡ് ട്രെൻഡ്. അങ്ങനെ 3 രീതിയിൽ നമുക്ക് സ്റ്റോക്കാസ്റ്റിക് സീരീസിന് നമുക്ക് എഴുതാം. നോൺ സ്റ്റേഷനറി സ്റ്റോക്കാസ്റ്റിക് സീരീസ് 3 രീതിയിലാണ് ഉള്ളത്. വിത്തൗട്ട് ഡ്രിഫ്റ്റ്, വിത്ത് ഡ്രിഫ്റ്റ്, വിത്ത് ഡ്രിഫ്റ്റ് ആൻഡ് ട്രെൻഡ്. ഇന്ന് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വിത്തൗട്ട് ഡ്രിഫ്റ്റ് ആണ്. അപ്പോൾ GDPയുടെ ഫസ്റ്റ് ഡിഫറൻസിനെ ഞാൻ ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് എടുത്തു. ദെൻ GDPയുടെ ലാഗ്ഡ് വാല്യൂ ആണ് എനിക്ക് വേണ്ടത്, ഇൻഡിപെൻഡന്റ് ആയിട്ട് വേണ്ടത്. ഞാൻ ലാഗ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 1 ലാഗ് ആണ് ഒരു ലാഗ്ഡ് വാല്യൂ. GDPയുടെ 1 ലാഗ്ഡ് വാല്യൂ. അപ്പൊ നോക്കാം, ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഫറൻസ്ഡ് വാല്യൂ ഓഫ് GDP. ദെൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ലാഗ്ഡ് വാല്യൂ ഓഫ് GDP. ദെൻ ഞാൻ ഓക്കെ അടിക്കുന്നു. ഇതാണ് 0.0057 ആണ് കോഎഫിഷ്യന്റ്, അതല്ലെങ്കിൽ ഇതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ ഡെൽറ്റ നെഗറ്റീവ് ആയിരിക്കണം. പക്ഷെ നമ്മുടെ കേസിൽ ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഡെൽറ്റയെ നമുക്ക് തള്ളിക്കളയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പഠനത്തിന് യൂസ്ഫുൾ അല്ല എന്ന് മനസ്സിലായി. കാരണം ഡെൽറ്റ എന്തായിരിക്കണം, ആ ഡെൽറ്റ നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മളിപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, 0.00576. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ. ഇത് റാൻഡം വാക്ക് മോഡൽ വിത്തൗട്ട് ഡ്രിഫ്റ്റ് ആണ്. നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. കാരണം ആ മോഡൽ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നെഗറ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് എന്താണ്, രണ്ടാമത്തെ മോഡൽ വിത്ത് ഡ്രിഫ്റ്റ് ആണ്. ഞാൻ വീണ്ടും മോഡലിൽ പോകുന്നു, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എടുക്കുന്നു. നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഫറൻസ്ഡ് വാല്യൂ ഓഫ് GDP ആണ്. ഇനി കോൺസ്റ്റന്റ് കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് ആഡ് ചെയ്തു. ദെൻ ഇതാണ് കോൺസ്റ്റന്റ് 28.20 ആണ്. 28.20 ഇതാണ് കോൺസ്റ്റന്റ്. ഇനി നമ്മുടെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഡെൽറ്റ എത്രയാണ്, -0.0013 ആണ്. -0.0013. ഇനി എന്താണ് നമ്മുടെ ടോ വാല്യൂ? ടോ നമുക്ക് T വാല്യൂ അല്ലെങ്കിൽ T സ്റ്റാറ്റിസ്റ്റിക് അല്ല, ടോ സ്റ്റാറ്റിസ്റ്റിക് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ ടോ സ്റ്റാറ്റിസ്റ്റിക് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദിസ് കോഎഫിഷ്യന്റ് ഓർ ഡെൽറ്റ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. സോ ദിസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് -0.2192 ആണ്. -0.2192. ഇതാണ് നമ്മുടെ ടോ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി നമ്മൾ ഇതിനെ എന്ത് വെച്ചാണ് കമ്പയർ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യേണ്ടത് ഇതാണ് ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ
ടേബിൾ അല്ലെങ്കിൽ ഡിക്കി ഫുള്ള് ടേബിൾ ഓഗ്മെന്റ് ഡിക്കി ഫുള്ള് ടേബിൾ ഒന്ന് തന്നെയാണ്. സോ ഇതാണത്. നമ്മൾ ഇത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മോഡലിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് കോൺസ്റ്റന്റ് ഉണ്ട്, ഇനി വിത്ത് കോൺസ്റ്റന്റ് ആൻഡ് ട്രെൻഡും ഉണ്ട്. വിത്തൗട്ട് കോൺസ്റ്റന്റ് ഞാൻ ചെയ്യുന്ന പോലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് കോൺസ്റ്റന്റ് എനിക്ക് ചെയ്യേണ്ട കാര്യം, ഇത് കോഎഫിഷ്യൻ നെഗറ്റീവ് അല്ലാത്തതുകൊണ്ട്, ടി വാല്യൂ നെഗറ്റീവ് അല്ല, അതുകൊണ്ട് എനിക്കിത് കമ്പയർ ചെയ്യേണ്ട പോലും കാര്യമില്ല. ഇനി എന്റെ ഡിസിഷൻ റൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കാം, 3 തരത്തിലുള്ള ടേബിളോട് തന്നിട്ടുണ്ട്. ഒന്ന്, നോ കോൺസ്റ്റന്റ് നോ ട്രെൻഡ്. ഇതാണ് മോഡൽ വിത്തൗട്ട് ഡ്രിഫ്റ്റ്. ഇത് മോഡൽ വിത്ത് ഡ്രിഫ്റ്റ് ബട്ട് നോ ട്രെൻഡ്. ട്രെൻഡ് ഇല്ല. ഇവിടെ കോൺസ്റ്റന്റും ട്രെൻഡും ഉണ്ട്, വിത്ത് ട്രെൻഡ് ആൻഡ് കോൺസ്റ്റന്റ്. ഇനി ഞാൻ കമ്പയർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഈ ക്രിട്ടിക്കൽ ഈ വാല്യൂവിനെ, ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടഡ് വാല്യൂ, ഇതാണ് കമ്പ്യൂട്ടഡ് ടോ വാല്യൂ എന്ന് പറയുന്നത്, ടോ സ്റ്റാറ്റിസ്റ്റിക്. ഇതിന് ഞാൻ ക്രിട്ടിക്കൽ വാല്യൂമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ടേബിളല്ല ഉപയോഗിക്കേണ്ടത്, ഈ ടേബിളല്ല ഉപയോഗിക്കേണ്ടത്, നടുക്കത്തെ ടേബിളാണ് ഉപയോഗിക്കേണ്ടത്. എന്തുകൊണ്ട്? ബിക്കോസ് വി ആർ യൂസിങ് എ മോഡൽ വിത്ത് ഡ്രിഫ്റ്റ്. ഇതാണ് ഡ്രിഫ്റ്റിന്റെ മോഡൽ എന്ന് പറയുന്നത്. നോക്കാം, വിത്ത് കോൺസ്റ്റന്റ്, ഇവിടെ കോൺസ്റ്റന്റ് ഇല്ല, ട്രെൻഡും ഇല്ല. ഇത് കോൺസ്റ്റന്റ് ഉണ്ട് പക്ഷെ ട്രെൻഡ് ഇല്ല. അപ്പൊ ഇതാണ് എന്റെ സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള മോഡൽസ് ആണ് നമുക്ക് റാൻഡം വാക്ക് മോഡൽസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നോൺ സ്റ്റേഷനറി സ്റ്റോക്കാസ്റ്റിക് സീരീസ് ആയിട്ടുള്ളത്. ഇനി എന്താണ് ക്രിട്ടിക്കൽ വാല്യൂ? ഇത് 1% ആണ്, ഇത് 5% ആണ്, ഇത് 10% ആണ്. കഴ്സർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? 1%, 5%, 10%. ഇത് 2.5% ആണ്. നമ്മൾ യൂഷ്വലി എടുക്കുന്ന 5% ആണ് എടുക്കുന്നത്. 10% എടുത്താൽ പോലും ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഐദർ യു ക്യാൻ ടേക്ക് അബ്സല്യൂട്ട് വാല്യൂ. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് കൺസിഡർ ചെയ്യാതെ. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ടോ എങ്ങനെയായിരിക്കും, ടോ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ absolute value ആയിട്ടായിരിക്കും എടുക്കുക, and which will be compared with the critical value. ക്രിട്ടിക്കൽ വാല്യൂവിന്റെയും absolute value എടുക്കാം. ഇതാണ് ഞാൻ ക്രിട്ടിക്കൽ വാല്യൂ, ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടഡ് വാല്യൂ. സപ്പോസ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ. If the calculated TOW statistics in absolute terms is greater than the critical value, tabled critical value, then we reject null hypothesis. We reject null hypothesis. നമ്മുടെ null hypothesis ഇതാണ് അല്ലേ? ഇതാണ് നമ്മുടെ null hypothesis. We reject null hypothesis. അതായത് ഈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ടോ സ്റ്റാറ്റിസ്റ്റിക്സ് ടേബിളിൽ നിന്നുള്ള ക്രിട്ടിക്കൽ ടോ സ്റ്റാറ്റിസ്റ്റിക്സിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ വി റിജക്ട് നൾ ഹൈപ്പോത്തസിസ്. നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്താണ്? ഡെൽറ്റ ഇ 0. അതിൻ്റെ അർത്ഥം യൂണിറ്റ് റൂട്ട്, അതിൻ്റെ അർത്ഥം നോൺ സ്റ്റേഷനറി. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, നമുക്ക് ഇനി ഡിസിഷൻ റൂൾ നോക്കാം. ഇതാണ് നമ്മുടെ റേഷ്യോ അല്ലെങ്കിൽ ടോ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്, -0.2192. ഞാൻ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ 0.2192 ആയി. ഞാൻ അബ്സല്യൂട്ട് വാല്യൂ ടേംസിൽ എടുക്കുകയാണ്. അതായത് അബ്സല്യൂട്ട് ടോ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് 0.2192. ഇനി we compare it with tabled value. Tabled value എന്ന് പറയുന്നത് ഞാൻ അതിന്റെ ക്രിട്ടിക്കൽ വാല്യൂവിനെ അബ്സല്യൂട്ട് ടൈംസിൽ തന്നെ എടുക്കുകയാണ്. എത്രയാണ് നമുക്ക് നോക്കാം. നമ്മുടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 87 ആണ്. 87. 50 ഇവിടെ സാമ്പിൾ സൈസ് നോക്കി അറിയാൻ പറ്റും. 25, 50, 100. ഞാൻ 100 എടുക്കുകയാണ്, അപ്രോക്സിമേറ്റ്ലി 100 എടുക്കുകയാണ്. 100നോടാണ് ഏറ്റവും മാക്സിമം ചേർന്ന് എടുക്കുന്നത്. സോ 100 എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ടേബിൾ 2ലേക്ക് വരികയാണ്. ടേബിൾ 2 എന്തുകൊണ്ടാണ് എടുത്തെന്ന് വെച്ചാൽ, മോഡൽ 1 എന്തുകൊണ്ട് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഈ മോഡൽ 1 എടുത്തിരിക്കുന്നത്. ഇനി അതിൽ ഞാൻ 5% എടുക്കുകയാണെങ്കിൽ അത്
100ന്റെ നേരെ 5% നെഗറ്റീവ് 2.891 ആണ്. ഞാൻ 10% എടുത്താൽ നെഗറ്റീവ് 2.582 ആണ്. ഞാൻ സപ്പോസ് ഞാൻ 10% എടുക്കാം. ഇതാണ് ഏറ്റവും കുറവ്. ഇത് റിജക്ട് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. 10% റിജക്ട് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം, കാരണം അതിന്റെ വാല്യൂ ആയിരിക്കും ഏറ്റവും കുറവ്. ഞാൻ 10% എടുക്കാം. അപ്പൊ ഞാൻ അതിന് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുകയാണ് 2.582. 2.2 see that is 2.582. അതിന്റെ അർത്ഥം 2.582. ഞാൻ അബ്സല്യൂട്ട് ടൈമാണ് എടുത്തിരിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അബ്സല്യൂട്ട് ടൈമിലാണ് എടുക്കുന്നത്. അപ്പൊ അബ്സല്യൂട്ട് ടൈമിലാണെങ്കിൽ ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദിസ് ടു റിജക്ട് null hypothesis. നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റും. Can we reject null hypothesis here? ഇതാണ് നമ്മുടെ ടേബിൾ, ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ്, ഇതാണ് നമ്മുടെ ടേബിൾഡ്. This is our calculated one. This is PC. ഇവിടെ ഇത് ഞാൻ ടേബിൾ ക്രിട്ടിക്കൽ എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ക്രിട്ടിക്കൽ എന്നുള്ള അർത്ഥത്തിൽ എടുത്തോളൂ. ദിസ് ഇസ് ക്രിട്ടിക്കൽ, ദിസ് ഇസ് കാൽക്കുലേറ്റഡ്. നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഡിസിഷൻ എന്തായിരിക്കും? If the calculated absolute tau statistics less than the critical tau statistics, which means that we fail to reject null hypothesis, that means delta is equal to 0, that means unit. അപ്പോൾ നമ്മുടെ ഈ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത്, ഈ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെന്റ് ഫ്രം 0. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഈ 0.0016 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് 0. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെന്റ് ഫ്രം 0. Now we will consider the Tate model. Tate model എന്താണ്? Tate model എന്ന് പറയുന്നത് വിത്ത് ഡ്രിഫ്റ്റ് ആൻഡ് ട്രെൻഡ്. വിത്ത് ഡ്രിഫ്റ്റ് ആൻഡ് ട്രെൻഡ്. ലെറ്റ്സ് സേ എന്താണ് ചെയ്യേണ്ടത്? വിത്ത് ഡ്രിഫ്റ്റ് ആൻഡ് ട്രെൻഡ് നമ്മൾ എങ്ങനെയാണ് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്? മോഡലിൽ പോവാം, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എടുക്കാം. നമ്മൾ എന്താ ചെയ്യുക? GDP ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് GDPയുടെ ഫസ്റ്റ് ഡിഫറൻസ് ആയിരിക്കണം നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ, ലാഗ്ഡ് വാല്യൂ ആയിരിക്കണം ഇൻഡിപെൻഡന്റ് വേരിയബിൾ. പക്ഷെ ഇവിടെ ട്രെൻഡും കൂടി വേണം. ട്രെൻഡും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെൻഡ് വാല്യൂ കൂടി നമ്മൾ ആഡ് ചെയ്യണം. ട്രെൻഡ് വാല്യൂ, അതാണ് ടൈം എന്ന് പറയുന്നത്. സോ ഞാൻ ഒന്നുകൂടി ഒന്ന് മോഡൽ ചെയ്യുക. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് GDP ആണ്. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് കോൺസ്റ്റന്റ് ഉണ്ട്, ട്രെൻഡ് കൂടി ആഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ GDP -1. -1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലാഗ്ഡ് വാല്യൂ ഓഫ് GDP. ഇതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതിന്റെ കൂടെ നമ്മുടെ മൂന്നാമത്തെ മോഡലിൽ നിന്നിട്ട് കോൺസ്റ്റന്റും ട്രെൻഡും ഉണ്ട്. അതിന്റെ ക്രിട്ടിക്കൽ വാല്യൂസ് ആണ് ഇവിടെ ഡിക്കി ഫുള്ളർ ഫൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ അതിനെ റൺ ചെയ്യുന്നു. അപ്പൊ നമുക്ക് മൂന്നാമത്തെ മോഡൽ കിട്ടി. മൂന്നാമത്തെ മോഡൽ നോക്കാം. കോൺസ്റ്റന്റ് 188.90 ആണ്. 188. ഇവിടെ 190 ആണ് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത്. സ്മോൾ ഡീവിയേഷൻ ഈസ് പോസിബിൾ വിത്ത് റെസ്പെക്ട് ടു ദ സോഫ്റ്റ്വെയർ ബീങ് യൂസ്ഡ്. ഇനി ട്രെൻഡിന് നോക്കാം. 1.47 ആണ് കോഎഫിഷ്യന്റ്. 1.47 കോഎഫിഷ്യന്റ് ശരിയാണ്. ഇനി ഇവിടെ GDPയുടെ നോക്കാം. -0.06 ആണ്. 0.3. -0.06. നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്കത് ടെസ്റ്റ് ചെയ്യണം. അത് നേരെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് അത് സിഗ്നിഫിക്കൻ്റ്, അത് വാലിഡ് ആണ്. നെഗറ്റീവ് എന്ന് പറയുന്നതാണ് അതിന്റെ വാലിഡ് ആയിട്ട്. ഇനി അത് 0ക്കും -0യിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം തന്നെ ടോ വാല്യൂ വേണം. കമ്പ്യൂട്ടർ ടോ വാല്യൂ എങ്ങനെയാണ് കിട്ടുക? ദിസ് കോഎഫിഷ്യന്റ്, ഇതാണ് നമ്മുടെ ഡെൽറ്റ. ഈ ഡെൽറ്റ 0 ആണെന്നാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ്. അത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ടോ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം. ഇവിടുത്തെ ടോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് -1.625 ആണ്. അപ്പൊ ഞാൻ
ടോ സ്റ്റാറ്റിസ്റ്റിക്സ് ഏരിയയാണ്. ഞാൻ അബ്സല്യൂട്ട് ടൈമിലാണ് എഴുതുന്നത്. ടോ സ്റ്റാറ്റിസ്റ്റിക്സ് അബ്സല്യൂട്ട് ടൈമിൽ 1.628 എന്ന് വരും. 1.62 എത്രയാണ്? 625 ശരി. ഇനി നമുക്ക് വേണ്ടത് ക്രിട്ടിക്കൽ ടേബിൾ ഓഗ്മെന്റ് ഡിക്കി ഫുള്ളർ ടേബിളിൽ നിന്ന് നമുക്കുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഞാൻ അതും അബ്സല്യൂട്ട് ടൈമിൽ എടുക്കുകയാണ്. ഇതാണ് നമ്മൾക്ക് കോൺസ്റ്റന്റും ട്രെൻഡും ഉള്ളത്. ഇത് 100 എന്നുള്ള സാമ്പിൾ സൈസിന് നേരെ, കാരണം നമ്മുടെ 87 ആണ് നമ്മുടെ സാമ്പിൾ സൈസ്. അപ്പൊ ഞാൻ 100 എടുക്കുകയാണ്. 100ന് ഏറ്റവും അടുത്തെടുക്കുന്ന സാമ്പിൾ സൈസ് 100 ആണ്. അതിന്റെ 10% എന്ന് പറയുന്നത് -3.153 ആണ്. ഞാൻ അതിന്റെ അബ്സല്യൂട്ട് ടൈമിൽ എടുക്കുകയാണെങ്കിൽ 3.153. സോ വാട്ട് ഈസ് അവർ ഡിസിഷൻ റൂൾ? നൾ ഹൈപ്പോത്തിസിസിനെ നമുക്ക് റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ? ഇതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്നത് ഡെൽറ്റ ലെസ് ദാൻ 0 or നെഗറ്റീവ്. എന്താണ് നമ്മുടെ ഡിസിഷൻ റൂള്? ഇഫ് ദ കാൽക്കുലേറ്റഡ് ടോ വാല്യൂ is greater than the computed tau value is greater than the critical tau value, we reject null hypothesis. We reject non-stationarity. We reject unit root. That is a null hypothesis. Can we reject it here? If the other way around, we fail to reject. If the computed tau statistics in absolute time is less than the critical tau statistics from the table, Dickey Fuller table, then we fail to reject the null hypothesis. ഇവിടെ നമ്മുടെ ഡിസിഷൻ എന്തായിരിക്കും? ഫൈനൽ ഡിസിഷൻ എന്താണ്? This is less than critical value, so we fail to reject null hypothesis. Which means that we fail to reject null hypothesis, which means that GDP is non-stationary. GDP has unit root, or GDP is non-stationary. So this is how we test the Dickey Fuller unit root to test whether the GDP is stationary or non-stationary. അപ്പോൾ നമ്മൾ വിത്ത് കോൺസ്റ്റന്റ് എടുത്താലും വിത്ത് കോൺസ്റ്റന്റ് ആൻഡ് ട്രെൻഡ് എടുത്താലും we conclude that GDP is non-stationary, because in both cases we fail to reject the null hypothesis, that is delta is equal to 0, which in other way we can say rho is equal to 1. Which in other words we can say there is unit root, or there is the GDP series is non-stationary stochastic series. So with the constant eduthalum, without constant we are not considering, because the coefficient has no negative sign, so we cannot consider it. So when we consider both the second and third model, that is with the constant and with the constant and trend, when we test the null hypothesis, we fail to reject the null hypothesis, because the computed tau statistics in absolute terms is less than the critical tau statistics. ഇനി നമ്മൾ അബ്സല്യൂട്ട് ടേംസിൽ എടുത്തില്ല എങ്കിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. അബ്സല്യൂട്ട് ടേംസിലല്ല എങ്കിൽ this should be more negative than critical value. This should be more negative than the critical value. അതായത് ക്രിട്ടിക്കൽ വാല്യൂ നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ കേസ്, -0.219 ആണ്. ഇവിടുത്തെ ക്രിട്ടിക്കൽ വാല്യൂ നമ്മൾ 10% എടുത്തു കഴിഞ്ഞാൽ -2.582. ഇതിനേക്കാൾ നെഗറ്റീവ് അല്ല ഇത്.
So ഒന്നില്ലെങ്കിൽ it should be more negative if we are not taking in absolute terms. Then this value should be more negative than the critical value. This value should be more negative than the critical value. ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഞാൻ ഇത് എടുക്കാൻ കാരണം നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ടി ടെസ്റ്റിലേക്ക് നമ്മൾ നോക്കുന്ന ഡിസിഷൻ റൂൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ടി വാല്യൂ ദെൻ വി റിജക്ട് നൾ ഹൈപ്പോത്തസിസ്. ആ റൂളിൽ തന്നെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അബ്സൊല്യൂട്ട് ടൈംസിൽ എടുക്കുന്നത് രണ്ടും നെഗറ്റീവ് ടൈംസിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അബ്സൊല്യൂട്ട് വാല്യൂ എടുക്കുന്നത്. അബ്സൊല്യൂട്ട് വാല്യൂ എടുത്തില്ലെങ്കിൽ അവർ കമ്പ്യൂട്ടർ ടി ടോ സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി മോർ നെഗറ്റീവ് ദാൻ ദ corresponding value in critical table, Dickey-Fuller table. So this is an example of a practical example of how to test unit root. Now we will go into Dickey-Fuller test, which will not take much time. Dickey-Fuller ടെസ്റ്റ് എന്ന് പറയുന്നത്, ഓഗ്മെന്റഡ് Dickey-Fuller ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഡീഷൻ കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ്, ഒരു ഓഗ്മെന്റേഷൻ കൂടി ചേർക്കുകയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാഗ്ഡ് വാല്യൂ ഓഫ് ഡിപ്പെൻഡന്റ് വേരിയബിളും കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യും. ഇത്രയും നേരം ഇത് എന്ന് പറയുന്നത്, ഈ മോഡൽ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന മോഡലിലൊന്നും ഈ ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ലാഗ്ഡ് വാല്യൂ ഇല്ല, അതായത് ഓട്ടോ റിഗ്രസീവ് അല്ല. ഇവിടെ നമ്മൾ അതിനെ ഓട്ടോ റിഗ്രസീവും കൂടി ആക്കുകയാണ്. അതായത് എന്തിനു വേണ്ടി അത് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടുത്തെ നമ്മൾ യു ടി എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഇവിടെയൊക്കെ നമ്മൾ കാണിച്ചിരിക്കുന്ന യു ടി, ഈ യു ടി എന്ന് പറയുന്നത് എററാണ്. ഈ എററിനെ നമ്മൾ വൈറ്റ് നോയ്സ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരുന്നത്. വി അസ്യൂംഡ് ഇറ്റ് ആസ് വൈറ്റ് നോയ്സ്. അതായത് ഇൻഡിപെൻഡന്റ് ആണ്, ഐഡന്റിറ്റിക്കൽ ആണ്, നോട്ട് സീരിയലി കോറിലേറ്റഡ്. They are distributed independently and identically. So that which means that they are not serially correlated. What if they are serially correlated? ആ സീരിയൽ കോറിലേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യും, ആ മോഡലിനെ ഓട്ടോ റിഗ്രസീവ് ആക്കി മാറ്റും. ഡിപ്പെൻഡന്റ് വേരിയബിളിനെ തന്നെ ഒന്നുകൂടി നമ്മൾ അതിന്റെ ലാഗ്ഡ് വാല്യൂസിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് ഉപയോഗിക്കും. സോ വി ക്യാൻ കറക്റ്റ് ദ പ്രോബ്ലം ഓഫ് സീരിയൽ കോറിലേഷൻ. സീരിയൽ കോറിലേഷൻ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഓട്ടോ റിഗ്രഷൻ. അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയബിളിന് തന്നെ ലാഗ്ഡ് വാല്യൂസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. സോ വി ക്യാൻ കറക്റ്റ് ദ പ്രോബ്ലം ഓഫ് സീരിയൽ കോറിലേഷൻ. അത് തന്നെയാണ് നമ്മൾ ഈ ഓഗ്മെന്റഡ് Dickey-Fuller ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോഡൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഗ്മെന്റഡ് Dickey-Fuller ടെസ്റ്റിൽ നമ്മുടെ മോഡൽ എന്തായിരിക്കും? മോഡല് ഞാൻ ലാസ്റ്റ് മോഡൽ മാത്രമേ വിത്ത് കോൺസ്റ്റന്റ് ആൻഡ് ട്രെൻഡ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. കോൺസ്റ്റന്റ് ആൻഡ് ട്രെൻഡ് മാത്രമുള്ള മോഡൽ എടുക്കുകയാണ്. സോ നമ്മൾ Dickey-Fuller ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ നോക്കുന്നത്, വൈറ്റിനെ ആണ് നമ്മൾ, വൈറ്റ് എന്നുള്ള വേരിയബിൾ മാത്രം എടുക്കുന്നത്. അത് സപ്പോസ് ഇറ്റ് ഈസ് GDP, ദെൻ അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്തായിരിക്കണം, ഫസ്റ്റ് ഡിഫറൻസ്. ഡിപ്പെൻഡന്റ് വേരിയബിൾ ഫസ്റ്റ് ഡിഫറൻസ് ആയിരിക്കണം. ഇതിനെ നമ്മൾ യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഫസ്റ്റ് ഡിഫറൻസ്ഡ് ആയിരിക്കണം. ദെൻ ഞാൻ കോൺസ്റ്റന്റ് എടുക്കുന്നുണ്ട്. മോഡല് വിത്തൗട്ട് കോൺസ്റ്റന്റ് ആവാം, വിത്ത് കോൺസ്റ്റന്റ് ആവാം, വിത്ത് കോൺസ്റ്റന്റ് ആൻഡ് ഡ്രിഫ്റ്റ് ആവാം. ഞാൻ മൂന്നാമത്തെ മോഡൽ എടുക്കുകയാണ്. സോ കോൺസ്റ്റന്റ് വേരിയബിൾ, ദെൻ ട്രെൻഡ് വേരിയബിൾ, ദിസ് ഇസ് ട്രെൻഡ് വേരിയബിൾ, പ്ലസ് ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, എന്താ, ഡെൽറ്റ yt minus 1. So we are going to check this delta, whether our null hypothesis will be this delta is equal to 0 or not. This is equal to 0, that is our null hypothesis. We are going to test whether it is 0 or not. ഇനി നമ്മളുടെ പ്രോബ്ലം എന്താണ്, നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ യു ആണ് നമ്മൾ പ്ലസ് യു ടി ആണ് എഴുതിയത്. പക്ഷെ യു ടി സീരിയലി കോറിലേറ്റഡ് ആണോ എന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലാഗ്ഡ് വാല്യൂസ് എടുക്കാം. ലാഗ്ഡ് വാല്യൂസ് നമ്മൾ എടുക്കുമ്പോൾ എത്ര ലാഗ് വേണമെങ്കിലും എടുക്കാം. ഞാൻ അതുകൊണ്ട് ലാഗുകളെല്ലാം കൂടി സം ചെയ്തുകൊണ്ട്, സോ ലാഗിനെ ഞാൻ കെ ലാഗ് എന്ന് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 to m. കെ ലാഗ് എന്ന് പറയുന്നത് എം ആണ് നമ്പർ ഓഫ് ലാഗ്. ഓർ ലെറ്റ് മീ, ടെക്സ്റ്റ് ബുക്കിൽ ഇറ്റ് ഈസ്
denoted as I think. I. That is equal to 1 to n. Number of in the dependent variable lag. അതിന്റെ കോഎഫിഷ്യന്റ് ആണ് ആൽഫ. ആൽഫ I. Then delta yt minus I. ഞാനത് ഒരു ലാഗ് എടുത്ത് അല്ലെങ്കിൽ 2 ലാഗ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. പ്ലസ് എപ്സിലൺ ടി. ഈ എപ്സിലൺ ടി എന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് നോയ്സ് ആണ്. സീരിയൽ കോറിലേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള എററാണ് എപ്സിലൺ ടി. Suppose we are considering only this. Suppose I is equal to 2. 2 ലാഗാണ് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ വൈ ടി is equal to beta 1 plus beta 2t plus delta yt minus 1. ഇതെല്ലാം നമ്മൾ ഡിക്കി ഫുള്ളർ ടെസ്റ്റിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. എന്തുകൂടി നമ്മൾ ഓഗ്മെന്റ് ചെയ്തു, എന്തുകൂടി ആഡ് ചെയ്തു, നമ്മൾ ഇതിന്റെ ലാഗ്ഡ് വാല്യൂ എടുത്തു. 2 ലാഗാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ 1 ഡെൽറ്റ yt minus 1. ഇതാണ് ഫസ്റ്റ് ലാഗ്. പ്ലസ് ഞാൻ 2 ലാഗാണ് എടുത്തിരിക്കുന്നത്. ആൽഫ 2 ഡെൽറ്റ yt minus 2 പ്ലസ് എപ്സിലൺ ടി. സി, അപ്പോൾ ലാഗ് 2 ആണെങ്കിൽ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന കാര്യത്തെ എനിക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ ലാഗ് I ലാഗ് വരെ ആവാം. അതായത് ലാഗിന്റെ എണ്ണമാണ് 1 to m. ഇവിടെ I എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ഇതിന്റെ അർത്ഥം 1 to 2 ആണിത്. m എന്ന് പറയുന്നത് ഇവിടെ 2 ആയിട്ട്. ദിസ് വിൽ ബി 2. സോ അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ ഇതിന്റെ പ്രാക്ടിക്കലും കൂടി കാണിച്ചു തരാം. അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് ഓഗ്മെന്റ് ചെയ്തിരിക്കുന്നത്? നേരത്തെ UT-യിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഈ UT-യിൽ ഉണ്ടായിരുന്ന സീരിയൽ കോറിലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ കൂടി പ്രാക്ടിക്കൽ കാണിച്ചുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. സി, നമ്മൾ ആ മോഡലും കൂടി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എന്താ ചെയ്യുക? മോഡൽ എടുക്കുന്നു, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എടുക്കുന്നു. ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് GDP ആണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റിന് എന്ത് ചെയ്യണം? ഞാൻ ഫസ്റ്റ് ഡിഫറൻസ് ആണ് എൻ്റെ ഡിപെൻഡന്റ് വേരിയബിൾ. കോൺസ്റ്റന്റ്, ട്രെൻഡ്, ദെൻ GDPയുടെ ലാഗ്ഡ് വാല്യൂ, ഫസ്റ്റ് പീരീഡ് ലാഗ്ഡ് വാല്യൂ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓട്ടോ കോറിലേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഡിപെൻഡന്റ് വേരിയബിളിന് തന്നെ 1 പീരീഡ് ലാഗ് എടുക്കുന്നുള്ളൂ. ഞാനോട് 1 പീരീഡ് ലാഗ്. അപ്പൊ ഞാൻ ലാഗ് എടുക്കുമ്പോൾ ഡിപെൻഡന്റ് വേരിയബിളിന്റെ 1 പീരീഡ് ലാഗും കൂടി ഞാൻ എടുക്കുകയാണ്. ഇതാണ് ഡിപെൻഡന്റ് വേരിയബിളിന്റെ 1 പീരീഡ് ലാഗ്. 2 പീരീഡ് ആവാം, 3 പീരീഡ് ആവാം. ഐയുടെ നമ്പർ അനുസരിച്ച് ലാഗ് കൂട്ടാം. ഞാനിവിടെ 1 പീരീഡ് ലാഗ് മാത്രം എടുത്തുള്ളൂ. അപ്പൊ എന്തൊക്കെ ഓഗ്മെന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ എന്ത് വെച്ചിട്ടാണ്? ഈ ഒരു കാര്യം കൂടി വെച്ചിട്ട് ഞാൻ ഓഗ്മെന്റ് ചെയ്തു. ഡിപെൻഡന്റ് വേരിയബിളിനെ തന്നെ അതിന്റെ തന്നെ ലാഗ്ഡ് വാല്യൂ, 1 പീരീഡ് ലാഗ്ഡ് വാല്യൂ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് മാറ്റും. ദെൻ ഞാനത് ഓക്കെ ചെയ്യാണ്. അപ്പൊ എന്റെ ഫോർത്ത് മോഡൽ വന്നു. ഫോർത്ത് മോഡലിലെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 233.08. നമുക്ക് അതിന്റെ എക്സാമ്പിൾ ചെയ്തെങ്ങനെ നോക്കാം. ഇതാണ് ചെയ്തിരിക്കുന്നത്. 234 ഒളിക്കിട്ടിരിക്കുന്നത്. സോഫ്റ്റ്വെയറിന്റെ വ്യത്യാസം അനുസരിച്ച് വാല്യൂ വ്യത്യാസം വരും. ട്രെൻഡിന്റെ കോഎഫിഷ്യന്റ് 1.89 ആണ്. ട്രെൻഡിന്റെ കോഎഫിഷ്യന്റ് 1.89 ശരിയാണ്. ദെൻ ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഇതാണ്. ഏത്? ഇതാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് 0-ൽ നിന്ന് സിഗ്നിഫിക്കന്റ്ലി ഡിഫറെന്റ് ആണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായിരിക്കും നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ഇത് എന്തിനു വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ കോറിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് 0.0786 ആണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. വെദർ ഇറ്റ് ഈസ് 0 ഓർ നോട്ട്, അതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് if we fail to reject null hypothesis, that GDP is non-stationary. If we reject a null hypothesis, that means GDP is stationary. ഇനി ഇവിടെ നോക്കുക 0.3557 ശരിയാണ്. 0.3557. അപ്പൊ നമ്മൾ ഇനി ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്.
ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? യൂഷ്വലി നമ്മൾ ഡിക്കി ഫുള്ള് ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യും? ടോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നോക്കും. എത്രയാണ് നമ്മുടെ ടോ സ്റ്റാറ്റിസ്റ്റിക്സ്? ഇത് നെഗറ്റീവ് ആണ്. ആദ്യം തന്നെ നെഗറ്റീവ് ആണോ നോക്കുക. നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് വാലിഡ്. ആ കോഎഫിഷ്യന്റ് വാലിഡ് ആണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇനി എത്രയാണ് നമ്മുടെ ടോ സ്റ്റാറ്റിസ്റ്റിക്സ്? -2.215. ഞാനത് എഴുതിയാണ്. സോ അവർ ടോ സ്റ്റാറ്റിസ്റ്റിക്സ് absolute termsൽ 2.215. 2.215. ശരി. ഇനി നമ്മൾ അതിനെ എന്ത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? വി നീഡ് ക്രിട്ടിക്കൽ വാല്യൂ, അതായത് ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ള് ടെസ്റ്റിന്റെ ക്രിട്ടിക്കൽ വാല്യൂ അത് അവർ കണ്ടുപിടിച്ച ടേബിളിൽ നിന്ന് വേണം എനിക്ക് നോക്കാനായിട്ട്. ആ ടേബിൾ എന്ന് പറയുന്നത് ഇതാണ്. ഡിക്കി ഫുള്ളറിനും ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളറിനും എല്ലാം സെയിം ടേബിളുകളാണ്. പക്ഷെ നമ്മൾ ഏത് ടേബിൾ എടുക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മളിപ്പോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? കോൺസ്റ്റന്റ് ആൻഡ് ട്രെൻഡ് ആണ് നമ്മൾ ചെയ്തത്. ഇവിടെ എന്തുണ്ട്? ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ എന്തുണ്ടായിരുന്നു? കോൺസ്റ്റന്റ് ഉണ്ട്, ട്രെൻഡ് ഉണ്ട്, ലാഗ്ഡ് വാല്യൂ ഉണ്ട്, ഫസ്റ്റ് ഡിഫറൻസിന്റെ ലാഗ്ഡ് വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ മോഡലാണ്, മോഡൽ 2 ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് കോൺസ്റ്റന്റ് ആൻഡ് ട്രെൻഡ് ഉള്ള ടേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ 10% തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കുകയാണെങ്കിൽ 100 നമ്മുടെ സാമ്പിൾ സൈസിന് അടുത്ത് വരുന്നത്. 86 ആണ് ഇവിടെ എൻ വരുന്നത്. സോ ഞാൻ അതിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സാമ്പിൾ സൈസ് എടുക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് ഇതാണ് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. 3.153. 3.153. അബ്സല്യൂട്ട് വാല്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണ്. ഇനി എന്താണ് നമ്മുടെ ഡിസിഷൻ? നൾ ഹൈപ്പോത്തസിസിനെ നൾ ഹൈപ്പോത്തസിസ് എന്നാണ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0. അതായത് ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. അതല്ലെങ്കിൽ ഇത് 0 എന്നാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ഈസ് ഇറ്റ് 0 ഓർ ഈസ് ഇറ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫറെന്റ് ഫ്രം 0? എന്താണ് നിങ്ങളുടെ ഡിസിഷൻ? പറയൂ. What is our decision? Can we reject this or we fail to reject it? Anyone? Fail to reject. Yes, we fail to reject. Why we fail to reject? Because this is less than this. If this is greater than this, we reject this null hypothesis, which means we reject non-stationarity. So we fail to reject. So we fail to reject it. We fail to reject. Because this is less than this, we fail to reject. So null hypothesis എന്ന് പറയുന്നത് യൂണിറ്റ് റൂട്ട് ആണ്, which means that GDP has that GDP stochastic series has unit root. So GDP is, our conclusion is GDP is non-stationary. GDP is non-stationary. So one simple addition is made in augmented Dickey Fuller. That is the addition of lagged values of dependent variable. The lagged values of first differenced dependent variable. First differenced variable of that first difference of the variable. If GDP, we take the first differences of lagged first differences of GDP into the model. That is the augmentation to Dickey Fuller test. എന്തിനു വേണ്ടി നമ്മളത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്കി ഫുള്ളർ ടെസ്റ്റിൽ സീരിയൽ കോറിലേഷനുള്ള സാധ്യതയുണ്ട്. UT സീരിയലി കോറിലേറ്റഡ് ആണ്. ആ സീരിയൽ കോറിലേഷനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ തന്നെ ലാഗ്ഡ് വാല്യൂസിനെ മോഡലിലേക്ക് ഉൾപ്പെടുത്തും. ദാറ്റ് ഈസ് ഓഗ്മെന്റഡ്. അത്രയേ ഉള്ളൂ.
രണ്ടിനും ഉപയോഗിക്കുന്ന ഡിസിഷൻ ക്രൈറ്റീരിയൻ റൂൾസ് എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റില്ല, ടോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എന്തുകൊണ്ട് ഡിക്കി ഫ്ലോ എന്നുള്ള പേര് വന്നു? കാരണം ഈ ടേബിള് കണ്ടുപിടിച്ചത് ഇനിഷ്യലി ഈ ഒരു ക്രിട്ടിക്കൽ വാല്യൂസിന്റെ ടേബിള് ഫൈൻഡ് ചെയ്തത് പല സിമുലേഷൻസിലൂടെയും മോണ്ടെ കാർലോ സിമുലേഷൻസിലൂടെയൊക്കെ ഫൈൻഡ് ചെയ്തത് ഡിക്കി ഫ്ലോർ ആണ്. പക്ഷെ ഇതിന്റെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വേർഷൻ പിന്നെ കൊണ്ടുവരുന്ന മക്കിനോൺ എന്ന് പറയുന്ന എക്കണോമെട്രിഷ്യൻ ആണ്. ഇതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടേബിൾ. സോ ദിസ് ഈസ് ദ ബേസിക് ഡിക്കി ഫ്ലോ ടേബിൾ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടേബിൾ പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത് മക്കിനോണിന്റെയാണ്. സോ ദിസ് ഈസ് ദ ഡിക്കി ഫ്ലോ, ഓഗ്മെന്റഡ് ഡിക്കി ഫ്ലോ ടെസ്റ്റ് ആൻഡ് ദ പ്രാക്ടിക്കൽ കേസസ്. ഇത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു വേരിയബിളിനെ നമ്മൾ യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഗ്മെന്റഡോ ഡിക്കി ഫ്ലോ ടെസ്റ്റോ അല്ലെങ്കിൽ ഓഗ്മെന്റഡ് ഡിക്കി ഫ്ലോ ടെസ്റ്റോ DFO അല്ലെങ്കിൽ ADFO ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിക്കാം. എന്താണ് അത് ആലോചിക്കേണ്ടത്? ആ വേരിയബിളിന്റെ ഫസ്റ്റ് ഡിഫറൻസ് ആയിരിക്കണം അതിന്റെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ആ വേരിയബിളിന്റെ ലാഗ്ഡ് വാല്യൂ ആയിരിക്കണം ഇൻഡിപെൻഡന്റ്. അതിന്റെ കൂടെ നമുക്ക് കോൺസ്റ്റന്റ് ഇടാം, ട്രെൻഡ് ഇടാം. അത് രണ്ടും ഇല്ലാതിരിക്കാം. കോൺസ്റ്റന്റ് ഇല്ലാതെ ചെയ്യാം, കോൺസ്റ്റന്റോട് കൂടി ചെയ്യാം, കോൺസ്റ്റന്റ് ട്രെൻഡോട് കൂടി ചെയ്യാം. പിന്നെ നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ലാഗ്ഡ് വാല്യൂസും ആഡ് ചെയ്യാം. അപ്പോൾ ഓഗ്മെന്റഡ് ആവും. ഫൈനലി ഞാൻ ഒരു കാര്യം കൂടി, ഒരു രീതിയിലും കൂടി ഞാൻ GDPനെ യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് നടത്തുന്നത് ഇതിൽ കാണിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. സി, എനിക്ക് GDPയുടെ ആണ് യൂണിറ്റ് ഓഗ്മെന്റഡ് ഡിക്കി ഫ്ലോ ടെസ്റ്റ് വേണ്ടെന്ന് വിചാരിക്കാം. GDP സെലക്ട് ചെയ്യാം, വേരിയബിൾ എടുക്കുക. ഇവിടെ യൂണിറ്റ് റൂട്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിൽ ഡിക്കി ഫ്ലോ ടെസ്റ്റ് ഉണ്ട്. ഈ ഡിക്കി ഫ്ലോ ടെസ്റ്റിൽ ഞാൻ ഏത് മോഡലാണ് ചെയ്യുന്നത്? ഞാൻ കോൺസ്റ്റന്റ് ആൻഡ് ട്രെൻഡ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് മാത്രം ടിക്ക് ചെയ്യാം. കോൺസ്റ്റന്റ് ആൻഡ് ട്രെൻഡ്, കോൺസ്റ്റന്റ് വേണമെങ്കിൽ അത് ചെയ്യാം. ഞാൻ ഡിക്കി ഫ്ലോ ആണ് ചെയ്യുന്നത്. ഇവിടെ ലാഗ്, നമ്മൾ ലാഗ് ഡിസൈഡ് ചെയ്യുന്ന പറഞ്ഞു 3/4 1/4 ആയിരിക്കാം. നമ്മുടെ സാമ്പിൾ സൈസിന്റെ 1/3 1/4 സൈസ് എടുക്കാം. ഞാനിവിടെ 11 തന്നെ ഡീഫോൾട്ട് ആയിട്ട് 11 ആണ് കിടക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ എടുക്കാം. സി, അതിന്റെ വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് നോക്കാം. ഇതാണ് -2.215. ഇതാണ് ടോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ട്രെൻഡ് ഓഗ്മെന്റഡ് ഡിക്കി ഫ്ലോ നോക്കാം, -2.215. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിരിക്കുന്നത്. ഇനി ഈ വാല്യൂ ആയിരിക്കും, ഇതാണ് നമ്മുടെ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡെൽറ്റ വാല്യൂ -0.0786. ഇനി നമ്മൾ P വാല്യൂ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് P വാല്യൂ ഉണ്ട്. P വാല്യൂ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റർ ദാൻ 5%. ഇവിടെ 48% ആണ്, 0.48 ആണ്. 5% താഴെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യുള്ളൂ. സോ യു ക്യാൻ ചെക്ക് ദ P വാല്യൂ ഹിയർ. P വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 0.05. ഹിയർ ഇറ്റ് ഈസ് 48%. 5% താഴെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യാൻ പറ്റും. സോ വി ഫെയിൽ ടു റിജക്ട് നൾ ഹൈപ്പോത്തസിസ്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോൺ സ്റ്റേഷനറി. സോ നമുക്ക് ഡിക്കി ഫ്ലോ ടെസ്റ്റ് ഇങ്ങനെയും നമുക്ക് ചെയ്യാം. വളരെ ഇങ്ങനെ നമ്മൾ നേരെ മോഡൽ ചെയ്യാതെ വെറുതെ നമുക്ക്, ഞാൻ മോഡൽ ചെയ്തത് എങ്ങനെയാണ് അതിന്റെ ലോജിക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വി വിൽ ഗോ വിത്ത് ദിസ് മോഡൽ. ഈ രീതിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ PDA ആണ്, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം ആണ് എടുക്കുന്നതെങ്കിൽ വേരിയബിൾ എടുക്കാം, യൂണിറ്റ് റൂട്ട് എടുക്കാം, ഓഗ്മെന്റഡ് ഡിക്കി ഫ്ലോ എടുക്കാം. അത് വിത്ത് കോൺസ്റ്റന്റ് ആൻഡ് ട്രെൻഡ് ആണോ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ടൈം പ്ലോട്ട് എടുക്കണം. ടൈം പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം സീരീസ് പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ അത് ട്രെൻഡ് എന്തോ അല്ലെങ്കിൽ അത് സോ ട്രെൻഡ് ഉണ്ട്. സോ വി ക്യാൻ ഗോ വിത്ത് ദ ട്രെൻഡ് ആൻഡ് trend, constant and trend. See look at the P value. P value is 0.28, which means that we fail to reject null hypothesis, which means that personal disposable income is non-stationary. This will be the delta. This will be the TOS statistics, computer TOS statistics, which can be compared with 10% or 5% critical value here. 10% എന്ന് പറയുന്നത് ഇതാണ് 87 ആണ് സാമ്പിൾ സൈസ്. സോ 10% എന്ന് പറയുന്നത് 3.153. അബ്സല്യൂട്ട് വാല്യൂയിൽ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ
3.153. So we fail to reject null type.